ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ ഇന്നലെ രാത്രി നടന്നൊരു സംഭവമാണ്. നമ്മുടെ ജാസ്മിൻ ബെഡിൽ വന്നിങ്ങനെ കിടക്കുകയാണ്. കിടക്കുന്നതും ഈ തവണ പവർ റൂം എന്നുള്ള കൺസെപ്റ്റൊക്കെ മാറ്റിയത് കൊണ്ട് തന്നെ ജാസ്മിന് ഗബ്രിയുടെ ബെഡ് ചോദിച്ചു വാങ്ങി അവിടെയാണ് കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഗബ്രിയുടെ ടീഷർട്ടും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അവിടെ വന്ന് കിടന്നിട്ട് ഗബ്രിയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. എന്നെ ടാസ്കിൽ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുന്നത്, നീ വരുമോ, ഇതാന്നൊക്കെ പറയുന്നത് ബിഗ് ബോസ് നമ്മളെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ബിഗ് ബോസ് ഗബ്രിയുടെ ഫോട്ടോയും ജാസ്മിനെയും ഒക്കെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ജാസ്മിൻ ഓരോ കാര്യങ്ങളിങ്ങനെ പറയുകയാണ്. നീ വരുമോ, നീ എന്നാണ് വരുന്നത്, നീ പോയത്, നീ ശരിക്കും സീക്രട്ട് റൂമിലുണ്ടോ, അതാണോ ഇതാണോ, കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം ശരിക്കും ബിഗ് ബോസ് സൂം ചെയ്ത് കാണിച്ച ശേഷം ബിഗ് ബോസ് വേറൊരു ഫോട്ടോയും കൂടെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ജാസ്മിൻ്റെ ഫാമിലി ഫോട്ടോയും അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇത് രണ്ടും കൂടെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. വർഷങ്ങളായിട്ട് കൂടെ നടന്ന, അതായത് കൂടെ ജനിച്ച മുതൽ എന്ന അനിയന്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അച്ഛനും അമ്മ, അവരോടൊന്നും സംസാരിക്കാതെ ഈ ഒരു ബിഗ് ബോസ് സീസൺ 6ൽ ഒരു 1.5 മാസക്കാലമായതോടെ തുടങ്ങിയിട്ട് ഈ 1.5 മാസത്തിനകത്ത് പരിചയപ്പെട്ട ഗബ്രിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് ജാസ്മിൻ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും ഓരോ കാര്യങ്ങൾ പറയുന്നത്, മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് അവിടെയാണ്. ഇത് റിയൽ ലവ് ആണോ അതോ ഗെയിമിന് വേണ്ടിയാണോ? ഇനിയിപ്പോൾ ജാസ്മിൻ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പം ഗബ്രിയെ മൈൻഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവിടെയുള്ള കണ്ടസ്റ്റൻസ് ആയാലും അല്ലെങ്കിൽ പ്രേക്ഷകരായാലും വിചാരിക്കും ശരിക്കും അതിൽ നിൽക്കാൻ വേണ്ടി ഒരു ലവ് സ്ട്രാറ്റജി ഇറക്കിയതാണെന്ന് വിചാരിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ഗബ്രിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് വീണ്ടും സംസാരിക്കുന്നതാണോ നമുക്കറിയില്ല. എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നുള്ള കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നലെ ലൈവിൽ നടന്ന ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. എനിക്കിത് പറയണം തോന്നി. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഗബ്രി ഇപ്പോഴും വീട്ടിലേക്ക് എത്തുമെന്ന് കാത്തിരിക്കുകയാണ് ജാസ്മിൻ. എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇന്ന് കാർ വരുന്ന സമയത്ത് ഓടി വന്നിട്ട് ഗബ്രിയാണെന്ന് പറഞ്ഞിട്ട് വന്ന് ഭയങ്കര ഇതിൽ വരുന്നുണ്ട്. പക്ഷേ ഗബ്രിയൊന്നും അല്ല, ഫാമിലി ടാസ്ക്കാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഫാമിലി വീക്കിൽ നമ്മുടെ ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പം ജാസ്മിൻ്റെ ആ ഒരു റിയാക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് കണ്ടറിയാം. എന്തായാലും കൂടുതൽ അപ്ഡേറ്റിനായി മറക്കാതെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്